ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നിറം ഇളകുന്നതിനെ പറ്റിയല്ലേ പറഞ്ഞത്. അപ്പൊ ഈ വീഡിയോയിൽ നമുക്ക് തുണി ചുരുങ്ങുന്നതിനെ പറ്റി പറഞ്ഞാലോ. So this is secret number 2, how to handle shrinking. കൂടുതലായും കോട്ടൺ, റയോൺ, വൂളൻ മെറ്റീരിയൽസ് ആണ് അലക്കിയ ശേഷം ചുരുങ്ങിയതായിട്ട് കണ്ടുവരുന്നത്. ഇതിൽ കോട്ടൺ ആണെങ്കിൽ 3 to 5% വരെയും, റയോൺ ആണെങ്കിൽ 10% വരെയും, വൂളൻ ആണെങ്കിൽ നല്ലോണം ചുരുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ചുരുങ്ങാതിരിക്കാൻ നമുക്ക് വാഷിങ്ങിന്റെ സമയത്ത് കുറച്ച് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. തുണി വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചൂടുവെള്ളത്തിൽ ഒരിക്കലും തുണി വാഷ് ചെയ്യാതിരിക്കുക. തുണി വാഷ് ചെയ്യുന്ന സമയത്ത് നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളത്തിൽ വാഷ് ചെയ്യുക. സെക്കൻഡ് വൺ, നമുക്ക് തുണി ചുരുങ്ങോ അതോ കളർ ഇളകുമോ അങ്ങനെ ഡൗട്ടുള്ള തുണികളാണെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മെഷീനിലിട്ട് വാഷ് ചെയ്യുമ്പം അതിന്റെ അജിറ്റേഷൻ കാരണം ഈ കളർ ഇളകലും തുണി ചുരുങ്ങലും ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് തേർഡ് വൺ, നമ്മൾ ഉണക്കാനിടുമ്പം സൺ ഡ്രൈ ചെയ്യാതെ എയർ ഡ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. കുറച്ച് തണലുള്ള ഭാഗത്തിട്ടിട്ട് ഉണക്കാൻ ശ്രദ്ധിക്കുക. ലാസ്റ്റ് വൺ, തുണി അലക്കിയതിന് ശേഷം നല്ലൊരു ഫാബ്രിക് കണ്ടീഷണർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തുണി ചുരുങ്ങുന്നതാണേലും കളർ പോകുന്നതാണേലൊക്കെ ഒരു പരിധി വരെ തടയാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ സീക്രട്ട് അത്രയുള്ളൂ. Ta-ta.